നമുക്കിത് റെഡ് ടൈപ്പിസം വെച്ചിട്ട് നമുക്ക് പില്ലർ ടു പോസ്റ്റ് പേഷ്യൻറ്റിനെ വിട്ട് അപ്പോഴത്തേക്കും പേഷ്യൻ്റ് ചിലപ്പോൾ ഉണ്ടാവില്ല. നമുക്ക് ചർച്ച നടത്താം, പക്ഷെ രോഗി ചിലപ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എമർജൻസിയിൽ വരുന്ന ഒരു രോഗിയും പൈസ ഉണ്ടോ പൈസ ഇല്ലെന്ന് സെക്കൻഡറി ആണ്. ട്രീറ്റ്മെൻറ്റ് എന്താണ് വേണ്ടത്, എമർജൻസി മെഡിസിനിൽ ഡോക്ടർ ഉണ്ടാവും, ആ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് പ്രൊസീഡ് ചെയ്യും. ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണോ വേണ്ടത് ആ ട്രീറ്റ്മെൻറ്റ് ആദ്യം കൊടുക്കുന്നു. അഫ്കോഴ്സ് സെക്കൻഡ് ഡേ തേർഡ് ഡേ നമ്മൾ അവരെ അറിയിക്കും ഇത്രയാണ് നിങ്ങൾക്ക് കോസ്റ്റ് ആവുന്നത്. ഇനി ഇതിൽ അറിയിക്കുന്ന സമയത്ത് കോസ്റ്റ് താങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. ഇതിനൊരു സിസ്റ്റം നമ്മൾ വെച്ചിട്ടുണ്ട്. സോ നമുക്കൊരു കോർഡിനേറ്റർ ടീം ഉണ്ടാവും. ഒരു ഫിനാൻഷ്യൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് വെറും എമൗണ്ട് പറയാനല്ല, അവരുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിയും കൂടെ മനസ്സിലാക്കി അവർ പോറാണെങ്കിൽ അത് പോറാണെന്ന് ഉറപ്പ് വരുത്തുന്ന കുറച്ച് രേഖകൾ അവർ സമർപ്പിച്ചിട്ട് ഫിനാൻസ് ടീമിന് അത് സബ്മിറ്റ് ചെയ്യും. ഫിനാൻസ് ടീം വിൽ ഹാവ് എ ഇമ്മീഡിയറ്റ് സ്ക്രൂട്ടനി. അത് സ്ക്രൂട്ടനി എന്ന് പറയുന്നത് മിനിമം മേ ബി ഒരു 5 to 10 minutes കൊണ്ട് നമ്മൾ ഡിസിഷനിലേക്ക് എത്തുന്ന സ്ക്രൂട്ടനി ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് അതൊരു 5 days or 10 days എടുക്കുന്നില്ല. ആൻഡ് വി ടേക്ക് ദ ഒപ്പീനിയൻ ഫ്രം ദ ഡോക്ടേഴ്സ് ഓൾസോ. അപ്പോൾ അവരും അവരുടെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറായിരിക്കും. അവരുടെ പ്രൊഫഷണൽ ചാർജ് വേണ്ടെന്ന് വെക്കും, ഹോസ്പിറ്റൽ ചാർജ് വേണ്ടെന്ന് വെക്കും. ചിലപ്പോൾ മെഡിസിൻ ആൻഡ് കൺസ്യൂമബിൾസ് മാത്രം വാങ്ങിക്കൊണ്ട് ആ രോഗിക്ക് ചികിത്സ കൊടുക്കും.